ഈ മണി അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് അടിക്കണം, ഈ മണി അടിക്കണം. വേറൊരു മണിയുണ്ട്, രാജ്യത്ത് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നവർക്ക് ആ മണി അടിക്കാം. അത് എന്തിനാണ് സന്തോഷം ഉണ്ടാകുന്നത് നമുക്കറിയണം. ചിലപ്പോൾ അത് ക്രമസമാധാനത്തെ ബാധിക്കുന്ന സന്തോഷമാണെന്ന്. അതുകൊണ്ട് ആ മണി അടിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അതേ ഭക്ഷണം കഴിക്കുന്നതിന് സങ്കടക്കാരിൽ നിന്ന് ഓരോ മണിയടിക്കും, ഓരോ മണിക്കും. എന്താണ് സങ്കടം ഇരിക്കും, സങ്കടം അപ്പോഴത് പരിഹരിച്ചു. ഇതിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര ഉത്കൃഷ്ടമായ കാരണം. ഒരു ദിവസം ഉച്ചയ്ക്ക് അതിന് നേരത്തെ വിശപ്പ് തുടങ്ങി, മണിയൊട്ട് അടിക്കാതെ പറ്റുന്നില്ല. 1-1.5 മണിയായി. അത് പറഞ്ഞത് അവിടെ ആരെങ്കിലും വിഷമക്കാരായ സങ്കടക്കാരാരെങ്കിലും വട്ടക്കൂടിയിരിക്കുന്നു. ഇവിടക്കാർക്കണ്ട അറിയാം, അവരാധികാരം പോയിട്ട് നാളെ വരാൻ പറയുക. അയാളെന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് നാളെ. ഇയാൾ അടുത്ത ഉരുള എടുത്തു, അതിനടുത്ത ഉരുള ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടമണി അടിക്കുന്നു. സന്തോഷത്തിന്റെ അതിലെ എഴുത്തച്ഛൻ പറഞ്ഞത് ചക്ഷുശ്രവണ തടസ്സമാം തത്തുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ലോകവും ആലോല ചിതസാഭോഗങ്ങൾ തരുന്നു. പ്രഖ്യാതമായ വരികളാണ്. ഈ പാമ്പ് ഇരതേടാനായിട്ട് ഇറങ്ങിയപ്പോൾ തവളയും ഇരതേടാനായിട്ട് ഇറങ്ങി. ഇത് സന്ധിക്കും. തവളയിൽ നിന്നും വളരെ ആക്റ്റീവായിട്ട് ഇരതേടാണ്. ഏതൊരു വിജയിച്ച LIC ഏജന്റുകളും ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് തവള. തവളയ്ക്ക് വേറൊരു ഗുണമുണ്ട്, അതിന്റെ നാക്ക് ഫ്രണ്ടിലാണ് കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ തവളയ്ക്ക് മാത്രമേ ഇത് അങ്ങനെ ചെയ്യുന്നുള്ളൂ. മനുഷ്യർക്കും ആദ്യം അങ്ങനെ കഴിപ്പിക്കാൻ വിചാരിച്ചു, പിന്നെ മാറ്റി പ്രതിയോഗിയാവുന്ന മനസ്സിലായി. ഭർത്താക്കന്മാരെയൊക്കെ ആലോചിച്ചു. സിനിമ ആവാഹിച്ച പോലെ ഈ തവളയെ വിളിച്ചു. തവള ആഗ്രഹിക്കില്ല. തവള നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊന്നും അറിയില്ല. അതാണ് കോൺസെൻട്രേഷൻ അല്ലേ? ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ, സമ്പൂർണ്ണമായ ശ്രദ്ധയും സമർപ്പിച്ചിരുന്നാൽ വേറൊന്നും നമ്മൾ ഇടിമുഴക്കം നടത്താൻ അറിയില്ല. തവള അറിയില്ല. തവള ഞാൻ പറഞ്ഞില്ലേ, നല്ല പെർഫോമറാണ് തവള. തവള ഫുൾ അറ്റൻഷനില് പ്രാണിയിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. തവളെ വേറൊരാൾ കയറി തൊട്ടതും തഴുകിയതും പെരുമാറുകയാണ്. പക്ഷെ നമ്മൾ അറിയില്ല. തവളയുടെ ആ നിർമമത്വം കണ്ടപ്പോൾ പാമ്പിന് ഒരു രസം, അമുക്കാൻ വരട്ടെ എന്ന് പാമ്പ് വിചാരിച്ചു. ഇവൻ എത്ര നേരം പിടിക്കുന്നതൊക്കെ എല്ലാം ഫ്ലക്സുകളൊക്കെ ഘടിപ്പിച്ചു, എല്ലാം ഘടിപ്പിച്ചു അങ്ങോട്ട് ഓൺ ചെയ്താൽ. പക്ഷേ തവള എന്താ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് ആക്റ്റീവായിട്ട് എന്നെ പിടിക്കുകയാണ്. ഇപ്പോഴാണ് എഴുത്തച്ഛൻ പറയുന്നത് കഷ്ടം അല്ലേ, ക്ഷണഭംഗുരം എന്ന് പറയുന്നവിടെയാണ്. ഈ തവള ആവേശപൂർവ്വം നല്ല 10-15 കൊല്ലം ജീവിച്ചിരിക്കാനുള്ള ഇടപെടുത്തമാണ് നടത്തുന്നത്. പക്ഷെ ഇത് ഓൺ ചെയ്താൽ മതി. കാര്യം പാമ്പിനെ ഞാൻ പിടിച്ചിരിക്കുന്നതെന്നാണല്ല. ഇതാണ് ജീവിതം. നമ്മൾ മറ്റൊന്നിന്റെ പിടിയിൽപ്പെട്ട് കെട്ടുപാടിൽപ്പെട്ട് വല്ലാതെ പെട്ടുപോകുമ്പോഴും നമ്മൾ ജീവിതത്തെ വാരി പുണരാൻ, അവാഹിക്കാൻ, ആശ്ലേഷിക്കാൻ ആരെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അതാണ് ജീവിതം. അപ്പോ ആ സമയത്ത് നമുക്ക് നല്ലപോലെ ജീവിക്കില്ലേ? ഇന്നിപ്പോ ജീവിതത്തിന് എന്തെല്ലാം സൗകര്യങ്ങളാണ്, എന്തെല്ലാം ആധുനിക സൗകര്യ സംവിധാന സങ്കേതങ്ങളാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കട്ടെ. വല്ലതും നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? അതിനുള്ള നാശങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചു, നിനക്ക് ആരാകാനാണ് ഇഷ്ടം? ഈ അധ്യാപകന്മാർക്ക് ജീവിതത്തിലെ ഡെവലപ്പ് വന്നില്ല തോന്നുന്നു. ഡെവലപ്പ് എന്റെ ബാല്യത്തില് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എന്റെ പഴയ തലമുറയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ പുൽസാർ വരും. എപ്പോ സാറില്ലാത്ത പേര് പുൽസാർ വരും. പുൽസാർ വന്നിട്ട് എങ്ങനെ കാര്യം ചെയ്യാനാണ് നമുക്ക് ചോദിക്കും. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പറയാ ആരാകാനാണ് ഇഷ്ടം? അപ്പൊ പിള്ളേരെല്ലാം ഞങ്ങളുടെ കാലത്ത് എല്ലാവർക്കും പോലീസാകണം, ബാക്കിയുള്ള പോലീസിൽ തന്നെ ഇവിടെ ടീമിന്റെ ഡ്രൈവറാണ്. അത് കഴിഞ്ഞ് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, വലിയ ആഗ്രഹമില്ല, പോലീസാണ്. ഇടയ്ക്കുള്ള പയ്യൻ പറഞ്ഞു, എനിക്കൊരു നടക്കുമെന്ന് അറിഞ്ഞൂടെ സാർ. പക്ഷെ ഞാൻ പറയട്ടെ സാർ, നിർബന്ധിച്ചപ്പോൾ എനിക്കൊരു തസ്കര നീരനായ എന്നോട്ട് നടക്കുമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ തസ്കരനാകണമെന്നല്ല പറഞ്ഞത്. ആ രംഗത്ത് ഹൈലി പ്രൊഫഷണൽ ആണോ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. തസ്കരയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇത്രയും സാധ്യതയുള്ള ഒരു തൊഴിൽ നമ്മുടെ തസ്കരന്മാരുടെ കാര്യമില്ലേ? തസ്കരന്മാരുടെ അല്ലേ കാലം അല്ലേ? തസ്കരന്മാരുടെ സിനിമകളല്ലേ നമ്മൾ കാണുന്നത്? ഒക്കെ തസ്കരന്മാര് ഭിത്തിക്കഥപ്പക്കി മുതൽ കാര്യങ്ങൾ വെച്ചു മുതൽ ഇടയ്ക്ക് മീശ മാതൻ ആയിക്കോട്ടെ. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കാണുന്നു. കള്ളനും മക്കളും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. കള്ളനും മക്കൾ വിജയിച്ചപ്പോ ഉടനെ എണ്ണം വിജയിച്ചപ്പോൾ ആ സൈസിൽ 10,000 ഇറക്കി അതിനെ നാശകോടായി ആക്കിയിട്ട് നമ്മൾ നടന്നോളൂ. ഉടനെ അടുത്ത സിനിമ തസ്കര വീരൻ.
ഇല്ല. അങ്ങനെ ഇതൊക്കെ ആണെങ്കിലും അതൊക്കെ തന്നെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അന്നത്തെ പത്രോട് നോക്കി ഏതിൽ പിടിക്കാം, ഏത് ധൈര്യത്തിൽ പിടിക്കാം. ഉമ്മൻചാണ്ടി നിൽക്കുന്നുണ്ട്, വേണ്ട. പലരും നിൽക്കുന്നുണ്ട്. അമ്മ നോക്കിയപ്പോ ഒരു വരി തിരുവനന്തപുരം നഗരം തസ്കരന്മാരുടെ പിടിയിലൊതുങ്ങുന്നു. തെറ്റില്ല. മുഴുവൻ തസ്കരന്മാരെ ഗ്രൂപ്പ് ഫോട്ടോ, സൈഡ് ഫോട്ടോ. പണ്ടൊക്കെ തസ്കരന്മാർ ഇടികൊണ്ട് വല്ലാതെ